ഈ കോഴിക്കോട്ടേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഈ കോഴിക്കോട് നാദാപുരത്തൊക്കെ സ്ഥിരമായി തെരുവുനായ ശല്യം ഉണ്ടാകാറുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരികയും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ സ്കൂൾ, അതായത് നാദാപുരത്ത് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് നേരെ തെരുവുനായ ആക്രമണം ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് വാർത്ത. ബാഗും കുടയും എടുത്തെറിഞ്ഞതോടെയാണ് നായ്ക്കൾ ഓടിപ്പോയത്. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്ന ദൃശ്യങ്ങളിലേക്ക്. രതീഷ് വാസുദേവനാണുള്ളത്. രതീഷ്, ഈ നാദാപുരത്തൊക്കെ ഈ കഴിഞ്ഞ ഇടയ്ക്കും എനിക്ക് തോന്നുന്നു ഈ തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നു, ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. ഇതിപ്പോൾ ആ കുട്ടി ആ ഒരു സമയത്ത് ധൈര്യം കൈവരിച്ച് ആ ബാഗ് എടുത്ത് എറിഞ്ഞത് കൊണ്ട് തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു അല്ലേ? തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഈ നാദാപുരത്ത് ഇതിനു മുമ്പും ഇത്തരത്തിൽ തെരുവുനായുടെ ആക്രമണത്തിൽ ആളുകൾക്കൊക്കെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇത് ആ കുട്ടി കൊടയും മറ്റും എടുത്തെറിഞ്ഞപ്പോൾ നായ തിരിച്ചുപോയി എന്നത് മാത്രമാണ്. കൂടുതൽ നായ്ക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ വീണ്ടും അത്തരത്തിൽ ആക്രമണത്തിന് സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും വലിയ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. നാട്ടിടവഴികളിൽ മൊത്തം ഇത്തരത്തിൽ തെരുവുനായ്ക്കൾ ഉണ്ടാവുന്നു എന്നത് വലിയ ആശങ്കയുണ്ട്. മാത്രമല്ല ഇത്തരം തെരുവുനായ്ക്കളെ കൈകാര്യം ചെയ്യാനുള്ള നിയന്ത്രണം വരുത്താനുള്ള ABC കേന്ദ്രങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. എന്നാലും വലിയ ആശങ്കയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ വളരെയധികം മുൻകൈ എടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ, ഈ തെരുവുനായ്ക്കളെ നിയന്ത്രിക്കുന്ന തരത്തിലുള്ള വലിയ പദ്ധതികളിലേക്ക് പോയിട്ടില്ലെങ്കിൽ വലിയ ആശങ്ക വരും ഭാവിയിൽ ഉണ്ടാവും. ആളുകൾ വലിയ തരത്തിലുള്ള അപകടങ്ങളിലും ഇത്തരം തെരുവുനായ ആക്രമണങ്ങളിലും അകപ്പെടാനുള്ള ഇതിപ്പോ എത്രയായി ഈ അപകട ദൃശ്യങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയിട്ട്? ഇതെല്ലാം അധികാരികൾക്ക് അറിയാവുന്നതാണ്, ദൃശ്യങ്ങൾ അടക്കമാണ് പുറത്തു വരുന്നത്. എന്നിട്ടും ഇതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഇത്തരം തെരുവുനായ അതിക്രമങ്ങളൊക്കെ നിത്യസംഭവം എന്നോണം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും കഷ്ടകരം.